വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പൈമറ്റം ജമാഅത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ ബില്ലിൽ വിവാദമായ നിരവധി വ്യവസ്ഥകളാണ് ഉള്ളത്. പൈമറ്റം ജമാഅത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പൈമറ്റം മഹല്ല് ഇമാം നജുമുദ്ദീൻ നിസാമി പ്രസംഗിച്ചു. ജുമാ നമസ്കാരത്തിന് ശേഷം പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. 12 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ബില്ല് പാസായത്. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ വഖഫ് ബിൽ നിയമമാകും. മുസ്ലിം ഇതര മതസ്ഥർക്ക് സ്വത്തുക്കൾ വഖഫ് നൽകാം എന്നതാണ് നിലവിലെ രീതി. എന്നാൽ പുതിയ ഭേദഗതിയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾക്കേ വഖഫ് നൽകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇവർ മുസ്ലിമാണെന്ന് ബോധിപ്പിക്കണം. ഇതാണ് കടുപ്പിച്ച നിയമം. മുസ്ലിം ഇതരമതസ്ഥരുടെയും പ്രാതിനിധ്യമാണ് ബില്ലിലെ പ്രധാന വിവാദ ഭാഗം. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരമതസ്ഥരായ 2 പേർ വേണമെന്നതാണ് പുതിയ നിയമ ഭേദഗതി. ഒരു സ്വത്ത് അത് വഖഫാണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് ബോർഡിന് അനുമതി നൽകിയിരുന്ന വകുപ്പായിരുന്നു 40-ാം വകുപ്പ്. ഈ വകുപ്പ് പുതിയ ഭേദഗതിയിലൂടെ നിർത്തലാക്കി. വഖഫ് ബോർഡ് സിഇഒ മുസ്ലിമാകണമെന്ന വ്യവസ്ഥ ഇനിയില്ല. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാരിന് ഇനി നേരിട്ട് നിയമിക്കാം. നിലവിൽ വഖഫ് ബോർഡ് നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ നിയമത്തിൽ ഇവ റദ്ദു ചെയ്യപ്പെട്ടു. തുടങ്ങിയവയാണ് പുതിയ ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ. സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.